വളരെ സന്തോഷത്തോടും അതിലുപരി വേദനയോടുമാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. എനിക്ക് ഏറെ പ്രിയവും ഹൃദ്യമായിട്ടുള്ള ബന്ധവുമുണ്ടായിരുന്ന സുഷമാ സ്വരാജിയുടെ ഓർമ്മകൾ, ആ ഓർമ്മകളിൽ ഈ സദസ്സിനെ, വേദിയെ അലങ്കരിക്കുന്ന ആരാധ്യയായിട്ടുള്ള ബാൻസുരി അവറുകൾ, എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ബോട്ടി രമ ടീച്ചർ, അതുപോലെ നിവേദിത, സിനി മനോജ്, നവ്യ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഷാജി ആർ നായർ അവറുകൾ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിവിധ ജില്ലകളിൽ നിന്നുള്ള സഹോദരി സഹോദരന്മാരെ, ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. എൻ്റെ ഓർമ്മകളിൽ അത് പറഞ്ഞതിന് ശേഷം ഇവിടെ വളരെ വ്യക്തമായി അഹല്യാജിയെക്കുറിച്ച് പ്രതിപാദിക്കപ്പെട്ടു കഴിഞ്ഞു. കരുത്തിൻ്റെ പ്രതീകമായിട്ടുള്ള അഹല്യാജി ഒന്നും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാതെ തൻ്റെ സ്വത്വബോധത്തെ നിലനിർത്തിക്കൊണ്ട് തനിക്കെതിരെ വരുന്ന ഏതായുധത്തെയും പ്രതിരോധിക്കാൻ ശക്തിയുള്ള അഹല്യാജി, സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രതീകമായിട്ടുള്ള അഹല്യാജി. ഇൻഡോറിലെ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുന്ന സമയത്ത് എയർപോർട്ടിന് അഹല്യാജിയുടെ നാമധേയം. ആ അഹല്യാജി എന്ന് പറയുന്ന സ്ത്രീരത്നത്തിൻ്റെ ഓർമ്മകളിലൂടെ ആയിരിക്കണം ആരാധ്യയായിട്ടുള്ള സുഷമാ സ്വരാജ് നടന്നു നീങ്ങിയിട്ടുണ്ടാവുക. നമുക്കറിയാം, രോഗബാധിതയായിട്ട് തൻ്റെ ശരീരത്തെ സംരക്ഷിക്കേണ്ട സമയത്ത് പോലും ഒരാൾ കാണാൻ ചെന്നാൽ, ഒരാൾ ഒരു കേരളം എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് ഒരു MLA യോ MP യോ ഇല്ലാത്ത സമയത്ത് പോലും കേരളത്തിൽ നിന്ന് ഒരു സ്ത്രീ സുഷമാജിയെ കാണാൻ ചെന്നാൽ, അല്ലെങ്കിൽ ദേശീയ നിർവാഹക സമിതി യോഗത്തിനകത്ത് സുഷമാജി നടന്നു വരുമ്പോൾ അതൊരു കുളിർക്കാറ്റ് പോലെയാണ്. നമുക്ക് ആശ്വാസമുള്ള, നമുക്ക് എന്തും പറയാൻ സാധിക്കുന്ന, ഒരമ്മയെപ്പോലെ മാറിൽ ചേർന്ന് നിൽക്കാൻ സാധിക്കുന്ന ശ്രീമതി സുഷമാ സ്വരാജ് എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും സ്വപ്നവും സ്നേഹവും വാക്കും വിശ്വാസവുമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, പുതുക്കാട് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സമയത്ത് തൃശ്ശൂരിൽ വന്ന് സ്വന്തം കാറിൽ എന്നോട് കയറാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, തൊട്ട് പിറകിലുള്ള കാറിൽ യാത്ര ചെയ്താൽ പോരെ. അപ്പൊ സുഷമാജി പറഞ്ഞു, നിന്നെ അരികിലിരുത്തി ഞാൻ പുതുക്കാടിലെ മാധ്യമ പ്രവർത്തകരോട് പറയും, കേരളത്തിന്റെ സുഷമാ സ്വരാജാണ് എൻ്റെ പൊന്നുമോൾ എന്ന് പറയുമെന്ന് പറഞ്ഞ ആ സുഷമാ സ്വരാജിന്റെ വാക്കുകൾ, അവരുടെ മുഖം, അവരുടെ പ്രവർത്തനങ്ങൾ, നീണ്ട എത്രയോ വർഷങ്ങൾ, ഒരുപക്ഷെ അങ്ങനെയുള്ള അമ്മ ആ കുട്ടിയെ എത്ര ദിവസങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടാകും, തലോടിയിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല. കാരണം എപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി നടക്കുന്ന അമ്മമാരുടെ മക്കൾ അങ്ങനെയാണ്. ഒരിക്കൽ പോലും, എത്രയോ തവണ സുഷമാജിയെ കണ്ടിട്ടും ഒരിക്കൽ പോലും ബാൻസുരിയെ ഞാൻ എവിടെയും കണ്ടില്ല. കാരണം തൻ്റെ കുട്ടിയേക്കാൾ കൂടുതൽ ഈ രാഷ്ട്രത്തെ സ്നേഹിച്ച ഒരു അഹല്യാജിയെ കുറിച്ച് വാക്കുകൾ പങ്കുവെച്ചപ്പോ അഹല്യാജിയുടെ ആ മിടിപ്പ് തന്നെയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമതി സുഷമാ സ്വരാജ് എന്ന് 1000 വട്ടം പറയാൻ ഈ രാജ്യത്തെ സ്ത്രീ നേതാക്കന്മാർക്ക് സാധിക്കും എന്നുള്ളതാണ്. അവരെ സ്മരിച്ചുകൊണ്ട്, അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ കുങ്കുമപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഏതാനും ചില കാര്യങ്ങൾ ഇവിടെ സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, സ്ത്രീകൾ, അമ്മമാർ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഇന്നത്തെ ഈ വേദിയിൽ ആ അമ്മയുടെ മകൾ നിങ്ങളോടൊപ്പം വന്നു എന്ന് പറയുമ്പോൾ, നമ്മളോടൊപ്പം വന്നു എന്ന് പറയുമ്പോൾ, കേരളത്തിൽ വരാൻ പോകുന്ന നാളുകളിൽ സമര പോരാട്ടത്തിന്റെ വലിയ കാഹളങ്ങൾക്ക് നമ്മൾ വേദിയൊരുക്കുമ്പോൾ ആ കാഹളങ്ങളെല്ലാം തന്നെ ഓരോ മഹിളാ മോർച്ചയുടെ സഹോദരിയുടെയും മനസ്സിൽ നിന്ന് ഊർന്നു വീഴുമ്പോൾ നിങ്ങൾക്ക് ബാൻസുരിജിയുടെ സ്പർശവും ചിരിയും ആ നടത്തവും ആളുകൾക്കിടയിലേക്ക് വരുന്ന വാക്കുകളും ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ദൃഢപ്രതിജ്ഞ ചെയ്യും. വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയൊരു മൂവ്മെന്റ് സൃഷ്ടിക്കാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ഇരുകരങ്ങളും പൊക്കി പിടിച്ചുകൊണ്ട് ആ അമ്മയുടെയും ഈ മകളുടെയും വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് അഹല്യാജിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ
നമ്മൾ ഒരു ദൃഢപ്രതിജ്ഞ എടുക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമുക്ക് ഈ നാടിനെ മാറ്റണം, കേരളത്തെ മാറ്റണം. ഞാൻ ദീർഘമായിട്ടുള്ള ഒരു പ്രഭാഷണം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ മണിക്കൂറുകൾ, നമ്മുടെ ആഴ്ചകൾ, നമ്മുടെ മാസങ്ങൾ, നമ്മുടെ വർഷങ്ങൾ നമ്മൾ ഈ സമൂഹത്തിന് വേണ്ടി എത്തിച്ചിട്ടുണ്ടെങ്കിൽ, കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് റിസൾട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നമ്മൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് 2% വോട്ടുള്ള ത്രിപുരയിൽ നമുക്ക് മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പൂർവികരായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയിജിയും ലാൽ കൃഷ്ണ അദ്വാനിജിയും ശ്രീമതി സുഷമാ സ്വരാജ്ജിയും നടന്നു നീങ്ങിയ ആ വഴിത്താരകളിലൂടെ ഞാനും നിങ്ങളും നടന്നു നീങ്ങിയ വർഷങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കേരളത്തിൽ NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടിട്ട് മഹിളാ മോർച്ചയുടെ പ്രവർത്തനം അത് നമ്മൾ ഒരല്പസമയമെങ്കിലും ഞാനൊന്ന് ഇരിക്കട്ടെ എന്ന് പറയൂ എന്നുള്ള തീരുമാനം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും എടുക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആരാധ്യനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലൂടെ അദ്ദേഹം സ്ത്രീരത്നങ്ങളെ സ്മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം തീർച്ചയായിട്ടും അഹല്യാജിയെ പോലെയുള്ള ആളുകളായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നേരത്തെ പറഞ്ഞു, സ്റ്റാർട്ടപ്പിന്റെയും സ്റ്റാൻഡപ്പിന്റെയും ഉൾപ്പെടെ ഇവിടെ ഒരു കുട്ടി ജനിച്ചു വീണാൽ സുകന്യാ സമൃദ്ധി പദ്ധതി മുതൽ ബേട്ടി പഠാവോ ബേട്ടി ബചാവോ പദ്ധതി മുതൽ എൻ്റെ പെൺകുട്ടിക്ക് ആരോഗ്യമുണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഇന്ദ്രധനുഷ് പദ്ധതി എന്ന് പറയുന്ന പദ്ധതി മുതൽ അമ്മമാരെ സംരക്ഷിക്കാനുള്ള മാതൃവന്ദനം യോജന ഉൾപ്പെടെയുള്ള 300-ലധികം വരുന്ന പദ്ധതികൾ ഈ രാജ്യത്തിന് പ്രൗഢമായിട്ട് സംഭാവന ചെയ്ത ആരാധനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദി പറഞ്ഞു, എന്താണ്, ഒരു തെറ്റും ചെയ്യാതെ 10-28 മനുഷ്യരെ അവരുടെ മതം നോക്കിക്കൊണ്ട് അവരുടെ മതം എന്താണെന്നും പേരെന്താണ് എന്നും ചോദിച്ചുകൊണ്ട് കാശ്മീരിൽ ഒരു തെറ്റും ചെയ്യാത്തവരെ അരിഞ്ഞു വീഴ്ത്തി, വെടിവെച്ചു വീഴ്ത്തിയപ്പോ ഒരു സഹോദരി പറഞ്ഞു, എന്റെ ഭർത്താവിനെ എനിക്ക് നഷ്ടപ്പെട്ടു, എന്നെയും കൊന്നു കളഞ്ഞേക്കൂ എന്ന് പറഞ്ഞ സമയത്ത് ഭീകരവാദികൾ പറഞ്ഞത് എന്താണെന്നറിയുമോ? നീ മോദിയോട് പോയി പറയാനാണ് പറഞ്ഞത്. ഇത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച അമ്മമാരുടെ നാടാണ്. ഈ നാട്ടിൽ എന്റെയും നിങ്ങളുടെയും നമ്മുടെ പെൺകുട്ടികളെ, അല്ലെങ്കിൽ നമ്മുടെ 7 ദിവസം വിവാഹം കഴിഞ്ഞ ഒരാഴ്ചക്കാലം കഴിഞ്ഞ ഒരു സ്ത്രീയുടെ നെറ്റിയിലെ സിന്ദൂരത്തെ മാച്ചുകളയാൻ വേണ്ടി ഭീകരവാദികൾ പരിശ്രമിച്ചപ്പോ അതിന് പകരമായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിടാൻ ആരാധനായ ശ്രീമാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചത് അദ്ദേഹത്തിന്റെ ഇടത്തും വലത്തും മുന്നിലും പിറകിലും ഈ രാജ്യത്തിനു വേണ്ടി, ഈ പ്രസ്ഥാനത്തിനു വേണ്ടി, ഈ നാടിനു വേണ്ടി, ഈ നാടിന്റെ ആത്മാഭിമാനത്തെ, സ്വത്വബോധത്തെ, ചിതിയെ ഹൃദയത്തിലേറ്റിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള അമ്മമാരെയും സ്ത്രീകളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിജിക്ക് ഓപ്പറേഷൻ സിന്ദൂറിന് മറുപടി കൊടുക്കാൻ സാധിച്ചതെങ്കിൽ ബാൻസുരിജി പറഞ്ഞതുപോലെ അവര് പറയുകയുണ്ടായി നിങ്ങളോട്, ആ ഓപ്പറേഷൻ സിന്ദൂറിന് മറുപടി കൊടുക്കുന്ന സമയത്ത് ഒരുപക്ഷേ അദ്ദേഹം നമ്മൾക്കിടയിലേക്ക് നടന്നു വന്ന് പറഞ്ഞ അഹല്യാജിയുടെ വാക്കുകളും ചിന്തകളും അദ്ദേഹത്തിനെയും സ്വാധീനിച്ചിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇവിടെ മഹിളാ മോർച്ചയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വിവിധ വിഷയങ്ങളെ കുറിച്ച് ക്ലാസ് എടുക്കുന്നുണ്ട്. എനിക്കിന്ന് പ്രസംഗിക്കാൻ സാധിക്കുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഞാൻ കൊണ്ടുവന്ന ഒരു പുസ്തകവും ഒരു പേപ്പറും ഞാൻ തുറക്കാൻ പോകുന്നില്ല. കാരണം എൻ്റെ ഓർമ്മകളിൽ മുഴുവൻ ഇന്ന് സുഷമാജിയാണ്. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറഞ്ഞാൽ എത്രമാത്രം മനസ്സിലാകും എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പതിറ്റാണ്ടുകളുടെ ബന്ധമുണ്ടായിരുന്നു. ഞാൻ 13 വയസ്സ് മുതൽ 21 വയസ്സ് വരെ ബാലഗോകുലത്തിന്റെയും ABVPയുടെയും പ്രവർത്തകയായതിനു ശേഷം എൻ്റെ 21ാമത്തെ വയസ്സിൽ ഞാൻ യുവമോർച്ചയുടെ ജില്ലാ ഉപാധ്യക്ഷയായിരിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് സുഷമാജിയെ തൃശ്ശൂരിൽ തന്നെ കാണുന്നത്. ആ സുഷമാജിയുടെ ഓർമ്മകളിലൂടെ, അല്ലെങ്കിൽ ആ സുഷമാജിയുടെ സ്നേഹവും ലാളിത്യവും ആ കരങ്ങൾ ഒന്ന് തൊടണം, പിടിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എൻ്റെ അമ്മയായിട്ട് അല്ലെങ്കിൽ ഈശ്വരിയായിട്ട് ഞാൻ സ്ഥാനം കൊടുത്ത ഒരാൾ എന്നുള്ള രീതിയിൽ ഇന്നത്തെ ഈ വേദിയിൽ എനിക്കൊരു പക്ഷേ പ്രസംഗിക്കാൻ സാധിക്കും എന്ന് എനിക്ക് ഉറപ്പില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയണം എന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആ കുടുംബത്തിൽ ഒരു പെൺകുട്ടി നമ്മുടെ പ്രത്യയശാസ്ത്രത്തിലേക്ക് കടന്നു വന്നുവെങ്കിൽ ആ പെൺകുട്ടിക്ക് ഇന്ത്യൻ പാർലമെന്റിൽ ജനങ്ങൾ വിജയിച്ചുകൊണ്ട് കടന്നു ചെല്ലാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ വാക്ക് തരികയാണ്, ബലിദാനികളെ സൃഷ്ടിക്കപ്പെട്ട കേരളത്തിന്റെ മണ്ണിൽ ഞാനും എന്റെ സഹപ്രവർത്തകന്മാരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ നാട്ടിലെ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷത്തിനും മറുപടി കൊടുക്കുന്ന രീതിയിൽ മണിക്കൂറുകൾ ഞങ്ങൾ പ്രസ്ഥാനത്തിന് വേണ്ടി കൊടുക്കുമെന്ന് ബാൻസുരിജിയുടെ മുന്നിൽ മഹിളാ മോർച്ചയുടെ അമ്മമാരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വാക്ക് നൽകാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. നമുക്ക് മാറ്റണം, മാറണം. വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ
ഞാൻ അത് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ മഹിളാ മോർച്ചയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവരും പാർട്ടിയുടെ കരുത്തരായിട്ടുള്ള കാര്യകർത്താക്കന്മാർ ഓരോരുത്തരും ജില്ലാ ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെ ജില്ലാ പ്രസിഡന്റുമാർ ഉൾപ്പെടെ ഈ വേദിയിൽ സന്നിഹിതരായിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ പ്രത്യയശാസ്ത്രത്തിന്റെ മനോഹാരിത മനസ്സിലേറ്റിക്കൊണ്ട് നമുക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് 50% വരുന്ന അധികാര കേന്ദ്രങ്ങളിൽ 2 മുന്നണികളുടെയും സഹോദരിമാർ ഇരിക്കുന്നത് പോലെ ഭാരതീയ ജനതാ മഹിളാ മോർച്ചയുടെ പ്രവർത്തനം കൊണ്ടും പാർട്ടിയുടെ പ്രവർത്തനം കൊണ്ടും 50% വരുന്ന സ്ഥാനമാനങ്ങളിൽ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന സമ്പൂർണ്ണ ചേച്ചിയും അതുപോലെ തന്നെ സ്മിതയും ഒക്കെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ പരിചയപ്പെടേണ്ടത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതുപോലെ എങ്ങനെ പരിചയപ്പെടണം? ഞാൻ MLA ആണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പറയണം ഞാൻ കോർപ്പറേഷനിലെ മേയറാണ്, ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്, ഞാൻ ഓരോ ചുമതലകളിലും പ്രവർത്തിക്കുന്നവരാണ്. ഞാൻ ഇന്നലെ തൃശ്ശൂർ ജില്ലയിലെ നമ്മൾ ഭരിക്കുന്ന പഞ്ചായത്തിൽ പോയി. വളരെ സന്തോഷം. കാരണം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആ വേദിയിലുണ്ട്, ജയിച്ച പ്രസിഡന്റും ആ വേദിയിലുണ്ട്. ജയിച്ച പ്രസിഡന്റും പഞ്ചായത്ത് പ്രസിഡന്റും ഒരുമിച്ചിരിക്കുന്ന വേദികൾ കേരളത്തിൽ എത്രമാത്രം സൃഷ്ടിക്കപ്പെടാൻ സാധിക്കുമോ അതിന് നമ്മൾ ഓരോരുത്തരും കരുത്തായിട്ട് പ്രവർത്തിക്കും എന്ന് മാത്രം സൂചന നൽകാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. നമുക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ വരയ്ക്കുന്ന വരയിലൂടെ നടന്നു നീങ്ങുന്ന ആളുകളോട് നമുക്ക് ചോദിക്കാൻ സാധിക്കണം. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ശ്രീമാൻ നരേന്ദ്രമോദി കൊണ്ടുവന്ന 300-ലധികം വരുന്ന പദ്ധതികൾ, അതിന് കൊണ്ടുവന്ന പണം, അത് നിങ്ങൾ ഏതടിസ്ഥാനത്തിൽ ഉപയോഗിച്ചു, എവിടെ വിനിയോഗിച്ചു എന്നതിനെ കുറിച്ച് ഒരു ധവളപത്രം ഇറക്കണം എന്ന് ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ സമരങ്ങളും പോരാട്ടങ്ങളും അത് മുന്നോട്ട് പോകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ സഹപ്രവർത്തകമാരായിട്ടുള്ള അമ്മമാർ ഇവിടെ കൃത്യമായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ടാകും. ഈ ഒരു ദിവസം ഞാൻ കൂടുതലൊന്നും പറയാൻ സത്യത്തിൽ എനിക്ക് വാക്കുകളില്ല എന്നുള്ളത് കൊണ്ടും ഞാൻ ഒരുപാട് പരിപാടികൾ, അതായത് മാൻസുരിജി അവിടെ മത്സരിക്കുന്ന സമയത്ത് വീടുകളിൽ, അമ്പലങ്ങളിൽ, ആ പ്രദേശത്തൊക്കെ അവരെ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പണികളെല്ലാം, ജോലികളെല്ലാം ഞാൻ എടുത്തിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ നേരിട്ട് പോയി കണ്ടില്ല. എന്നാൽ എന്നെ സംബന്ധിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ അമ്മമാരോടും ഞാൻ ഇന്നത്തെ ദിവസം എനിക്ക് വാക്കുകളില്ല. എന്താണ് എനിക്ക് ക്ലാസ് എടുക്കേണ്ടതെന്നും എനിക്കറിയില്ല, ക്ഷമിക്കണം. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ഞാൻ നിങ്ങളിൽ ഒരാളായി നിങ്ങൾ വിളിക്കുന്ന ഏത് നിയോജക മണ്ഡലത്തിലും എൻ്റെ സഹപ്രവർത്തകകളായിട്ടുള്ള മഹിളാ മോർച്ചയുടെ അമ്മമാരോടൊപ്പം, സഹോദരിമാരോടൊപ്പം, എൻ്റെ അനിയത്തിമാരോടൊപ്പം പ്രവർത്തന സജ്ജമായിട്ട് ഉണ്ടാകുമെന്നും ആ 2.5% നിന്ന് നമുക്ക് ത്രിപുരയിൽ മുന്നോട്ട് പോയതുപോലെ 20% വോട്ടുമായിട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് അഹല്യാജിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം സൂചന നൽകിക്കൊണ്ട് ക്ലാസ്സുകൾ എടുക്കാൻ അക്ഷമരായിട്ട് കാത്തിരിക്കുന്ന ബാക്കി ആളുകൾക്ക് വഴിമാറി കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം.